ജോണി സഖാവേ, ഇലക്ഷനാണ്. ഇക്കുറി എന്തായാലും നിങ്ങൾക്ക് ലൈഫ് മിഷനിൽ വീട് ഉറപ്പാ. ഉവ്വ, എന്റെ കൊച്ചു 5ാം ക്ലാസ്സിലായപ്പോ ഞാൻ അപേക്ഷ തന്നതാ. ദേ, അവളിപ്പം +2-ലായി. നമ്മുടെ ഫണ്ടൊക്കെ റെഡിയാണെന്നേ. ഈ കേന്ദ്ര സർക്കാർ സമ്മതിക്കണ്ടേ? ഒന്നിനും അനുമതിയുമില്ല, ഫണ്ടുമില്ല. എന്തിനാ ചേട്ടാ കള്ളം പറയുന്നേ? പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 1,97,759 വീടുകൾക്ക് കേന്ദ്രത്തിലെ BJP സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ നഗരമേഖലയിൽ മാത്രം 1,61,957 വീടുകൾ അനുവദിച്ചു. അതിൽ 1,34,121 വീടുകൾ പൂർത്തീകരിച്ചു. BJP സർക്കാർ കൃത്യമായി ഫണ്ടും തരുന്നുണ്ട്. അത് പിന്നെ എന്തേ ഉത്തരം മുട്ടിപ്പോയോ? മോദി സർക്കാർ കാശും തന്നിട്ട് നിങ്ങൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചോണ്ട് പോയപ്പോ അവര് പറഞ്ഞു PMAY എന്ന് ലോഗോ വെക്കണമെന്ന്. കള്ളത്തരം പുറത്തു വരുമെന്നായപ്പോ നിങ്ങൾ പാവങ്ങൾക്ക് വീട് കിട്ടുന്ന ഈ പദ്ധതി തകർക്കാൻ നോക്കി. അതും കഴിഞ്ഞ് വീട് വെക്കാൻ നൽകിയ 195 കോടി രൂപ വക മാറ്റിയെന്ന് CAG കണ്ടെത്തി. ഞാൻ പോയിട്ട് പിന്നെ വരാം. നിക്ക് സഖാവേ, കഴിഞ്ഞില്ല. ഇടുക്കി ഉപ്പുതറയിലെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം പാവങ്ങൾക്ക് കിട്ടേണ്ട 150 വീടുകൾ നിങ്ങൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ചേർന്ന് തട്ടിയെടുത്തു. ഇതൊന്നും പോരാതെ മുൻ ചീഫ് സെക്രട്ടറി ഉൾപ്പെട്ട വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസ് CBIയും EDയും അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങള് പാവങ്ങൾക്ക് വീട് വെക്കാൻ മാത്രം നിങ്ങളുടെ കൈ കാശില്ല. കൊച്ചിനിതെങ്ങനെ അറിയാം? അവള് സ്കൂളിൽ പോകുന്നുണ്ട്, പത്രം വായിക്കും. അവൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും കാര്യം അറിയാം. നിങ്ങൾ സിറ്റിയിൽ വെച്ച വീടിനും ഈ പദ്ധതിയുടെ ഗുണം കിട്ടിയെന്ന കാര്യം നാട്ടില് പാട്ടാണെന്നേ. പക്ഷെ നമ്മുടെ നയം നേതാക്കന്മാർക്ക് വയറു നിറയ്ക്കാനും വിദേശത്ത് ടൂർ പോകാനുള്ള നയമല്ലേ? സഖാവ് ചെല്ല്, ഇവിടെ ഒരു മാറ്റം വരുമോ നോക്കട്ടെ. മാറാത്തത് ഇനി മാറും. എല്ലാവർക്കും ഒപ്പം, എല്ലാവർക്കും വേണ്ടി. വികസിത കേരളത്തിനായി BJP.